ഏവർക്കും എവർക്യൂ ട്രെയിനിങ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നവീകരിച്ച ഈ ടെൻഡർ വെബ്സൈറ്റിൽ വന്ന മാറ്റങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ട കാര്യം എന്തെന്നാൽ ഇനി മുതൽ ഈ ടെൻഡർ പോർട്ടൽ പുതുതലമുറ വെബ്സൈറ്റുകളിൽ ലഭ്യമാകും എന്നതാണ്. ഇതുവരെ നിങ്ങൾ ടെൻഡർ ജോലികൾ നിർവഹിച്ചിരുന്ന ബ്രൗസറുകൾ ആയ മോസില്ല ഫയർഫോക്സ് 52 ESR, പെയിൽമൂൺ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്നിവ ഇനി ടെൻഡറിങ്ങിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. പകരം പുതുതലമുറ ബ്രൗസറുകൾ ആയ എഡ്ജ്, ഗൂഗിൾ ക്രോം, മോസില്ലയുടെ ഏറ്റവും പുതിയ വെർഷൻ എന്നിവ ടെൻഡറിങ്ങിനായി ഉപയോഗിക്കാം എന്നതാണ് ഏറ്റവും പ്രധാന മാറ്റമായി നിങ്ങൾ കണക്കാക്കേണ്ടത്. പുതിയ വെബ് ബ്രൗസറുകളിൽ ടെൻഡറുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ഈ ടെൻഡർ വെബ്സൈറ്റിലെ തന്നെ ഡൗൺലോഡ് സെക്ഷനിൽ ലഭ്യമായ ജാവ അപ്ഡേറ്റ് ചെയ്യാനും ഡിജിറ്റൽ സിഗ്നേച്ചർ ഡ്രൈവർ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ കൂടി ഡിജിറ്റൽ സിഗ്നേച്ചറിൽ നിന്ന് ഡ്രൈവർ ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ഈ ടെൻഡർ വെബ്സൈറ്റിലെ ലോഗിൻ, ഡോക്യുമെൻ്റ് അപ്ലോഡ് എന്നീ ഭാഗങ്ങളിൽ മാത്രമാണ് ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെ വേഗം മനസ്സിലാകും. സാധാരണയായി നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസറിൽ ഈ ടെൻഡർ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ആദ്യം കാണുന്ന ഇമ്പോർട്ടൻ്റ് മെസ്സേജ് അപ്ഡേഷൻ സംബന്ധിച്ച അറിയിപ്പ് ക്ലോസ് ചെയ്യുക. തുടർന്ന് വരുന്ന പരിചിതമായ ലോഗിൻ സ്ക്രീൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ക്രീനിൽ DSC ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫയൽ ഡൗൺലോഡ് ആകുന്നതായി കാണാം. ആ ഫയൽ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ DSC സൈൻ യൂട്ടിലിറ്റി എന്ന ടൂൾ റൺ ആകുകയും തുടർന്ന് ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ പാസ്വേഡ് ആവശ്യപ്പെടുകയും ചെയ്യും. ശരിയായ പാസ്വേഡ് നൽകുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് പരിചിതമായ യാതൊരു മാറ്റങ്ങളുമില്ലാത്ത ടെൻഡർ ഡാഷ്ബോർഡിൽ എത്തിച്ചേരുന്നതാണ്. ഇനി നമുക്ക് ഡോക്യുമെൻ്റ് അപ്ലോഡ് സമയത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ പരിശോധിക്കാം. മറ്റ് സ്റ്റെപ്പുകൾ എല്ലാം വിജയകരമായി പൂർത്തീകരിച്ച് ഡോക്യുമെൻ്റ് അപ്ലോഡ് എന്ന ഓപ്ഷനിൽ എത്തുമ്പോൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ആകുന്ന യൂട്ടിലിറ്റി ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് വീണ്ടും നമ്മൾക്ക് ഏറെ സുപരിചിതമായ ഡോക്യുമെൻ്റ് അപ്ലോഡ് സ്ക്രീൻ ലഭ്യമാകുന്നതാണ്. നമ്മൾ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മാറ്റങ്ങളെക്കുറിച്ച് മാത്രമാണ്. വിശദമായ ടെൻഡർ ട്യൂട്ടോറിയലുകളും കരാർ ബിഡ് സംബന്ധമായ എല്ലാ വിവരങ്ങളും സമഗ്രമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.